everyone, welcome back to my channel. So guys, ഇന്നത്തെ വീഡിയോ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, സുവോളജി പ്രാക്ടിക്കൽ എക്സാമിന് നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഭയങ്കര പ്രൊഫഷണലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല, ബട്ട് ഞാനെങ്ങനെയാണ് പഠിക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുവോളജീൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ്. അപ്പോൾ ടീച്ചർ എന്നെ എന്താ പഠിപ്പിച്ചെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നിട്ടുള്ളതെന്നൊക്കെ. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടെത്തിരും, ഞാൻ ഭയങ്കര സ്ലീപ്പി ഫേസ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഗൈസ്, എന്ത് എക്സാമാണെന്ന് പറഞ്ഞാലും എക്സാമിൻ്റെ തലേന്ന് രാത്രിയാണ് ബോധം വരുത്തുന്നതാണ് എക്സാം ഉണ്ടെന്ന്. അതുവരെ ചുമ്മാ ഉറങ്ങി ഫോണൊക്കെ നോക്കി ടൈം കളഞ്ഞിരിക്കും. അന്ന് രാത്രി ഭയങ്കര പഠിപ്പായിരിക്കും ഗൈസ്. അന്ന് രാത്രി ചിലപ്പോൾ പഠിക്കില്ല, പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടായിരിക്കും പഠിക്കില്ല. അങ്ങനത്തെയുള്ളൊരു ടീമാണ് ഗൈസ് ഞാൻ. അപ്പോൾ ഇന്നും ആസ് യൂഷ്വൽ ഞാൻ കടന്നുറങ്ങി. ഇപ്പോൾ ഏകദേശം 10-10:30 ആയിട്ടുണ്ടാവും ഗൈസ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. പിന്നെ കുറച്ചാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽ എക്സാമിന് ഭയങ്കര പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ എന്തായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പേടിച്ചിട്ടുള്ളൊരു കാര്യമില്ല. നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ പേടിച്ചില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടൂല. എഴുതാനോ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് പിന്നെ നമുക്ക് അറിയുന്നത് പോലെ എഴുതാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, കൂളായി നമ്മൾ ഫേസ് ചെയ്യുക എക്സാമിനെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ തരും. അതിനെക്കുറിച്ച് ഒന്നെങ്കിൽ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ, ഇല്ലെങ്കിൽ പാരസൈറ്റിക് അഡാപ്റ്റേഷന്, ഇല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഇത് എഴുതാനാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് 1/2 മാർക്കും പിന്നെ വാല്യൂ പോയിൻറ്റിന് 1/2 മാർക്കുമാണ്. ഒരു പോയിൻ്റ് എഴുതേണ്ടതുള്ളൂ. അഥവാ നിങ്ങൾക്ക് 2 അറിയുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, കാരണം ഒന്ന് തെറ്റ് അവർ അടുത്തത് നോക്കായിരിക്കും. ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ എൻ്റെ ഫസ്റ്റുള്ളത് ഹൈഡ്രയാണ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ പിക്ക് കൊടുക്കാം. അപ്പോൾ ഹൈഡ്രയുടെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടെൻറ്റക്കിൾസ് ഉണ്ട് ഗൈസ്. മുകളിൽ കാണാൻ വേണ്ടി പറ്റും, അതിനൊരു ടെൻറ്റക്കിൾസ് ഉണ്ട്. അതേപോലെ തന്നെ ബോഡി സിലിണ്ടറിക്കലാണ്. അത് ഓർത്ത് വെച്ചാൽ മതി, എന്തായാലും കിട്ടും. ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. സുവോളജിയും ബോട്ടണിയൊക്കെ ഭയങ്കര ഈസിയാണ് ഗൈസ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പറ്റുന്നത്ര സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഹൈഡ്രയുടെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എങ്ങനെയാണ്. നെക്സ്റ്റ് വന്നിട്ട് ലിവർ ഫ്ലൂക്കാണ്. ലിവർ ഫ്ലൂക്കിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻവിസിലേറ്ററിന് ഇഷ്ടമുള്ളതായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ചെയ്താൽ പറയും, ചിലപ്പോൾ എക്കണോമിക് ക്യാരക്ടേഴ്സ് ചെയ്താൽ പറയും, ഇല്ലെങ്കിൽ ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സ് ചെയ്താൽ വേണ്ടി പറയും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ഉണ്ട്. പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഈസ് കവേർഡ് വിത്ത് ക്യൂട്ടിക്കിളാണ്. ക്യൂട്ടിക്കിൾ കൊണ്ട് കവർ ആയിട്ടുള്ളതാണ് ലിവർ ഫ്ലൂക്കിൻ്റെ ബോഡി എന്ന് പറയുന്നത്. സോ അത് ഓർത്ത് നോക്കുക. അതേപോലെ തന്നെ ഓറൽ സക്കേഴ്സും ലാറ്ററൽ സക്കേഴ്സും ഉണ്ട്. ആ ലാറ്ററൽ സക്കറിൻ്റെ പേരാണ് അസിറ്റാബുലം. അപ്പോൾ അത് ഓർത്ത് വെക്കാം. പിന്നെ എനൈറോബിക് റെസ്പിറേഷൻസ് ആണ്, ആബ്സെൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഇതൊക്കെ ലിവർ ഫ്ലൂക്കിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് റൗണ്ട് വേം ആണ്. റൗണ്ട് വേം ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ പിക്ചേഴ്സ് എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ട് വേമിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് തന്നെയാണ്. പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂട്ടിക്കുലർ കവറിങ് ആണ് ബോഡി. പിന്നെ ഫ്ലൂയിഡ് ഫുഡ് സക്കിയാൻ വേണ്ടിയിട്ട് റൗണ്ട് വേമിൻ്റെ ബോഡിയിൽ സെക്ടോറൽ ഫാരിങ്സ് ഉണ്ട് ഗൈസ്, അത് ഓർത്ത് വെക്കാം. പിന്നെ ലോക്കോമോട്ടറിയോ ഡൈജസ്റ്റീവോ അതേപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റവും റൗണ്ട് വേമിൻ്റെ ബോഡിയിൽ ആബ്സെൻസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അനൈറോബിക് റെസ്പിറേഷൻ ആണ്. പിന്നെ റീപ്രൊഡക്ഷൻ്റെ പവർ ഭയങ്കര ഗ്രേറ്റ് ആണ് റൗണ്ട് വേമിൽ. സോ ആ കാര്യങ്ങൾ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ എർത്ത് വേം ആണ്. എർത്ത് വേമിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിരിക്കും ചോദിക്കാം മിക്കവാറും. അപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് വേം എയറേറ്റ്സ് സോയിൽ വൈൽ മേക്കിംഗ് ബറോസ് ഉണ്ടാക്കുന്ന സമയത്ത് സോയിൽസിനെ എയറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്ത് വേം സഹായിക്കും. അതേപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എർത്ത് വേം, അത് ഓർത്ത് വെക്കാം. പിന്നെ ലീച്ചാണ്. ഞാൻ വേഗം പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് നോട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അടുത്തത് വന്നിട്ട് ലീച്ചാണ്. ലീച്ചിൻ്റെത് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് സക്കേഴ്സ് ഉണ്ട് ഗൈസ്. അതേപോലെ തന്നെ ടൂത്തഡ് കട്ടിംഗ് പ്ലേറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ടൂത്തഡ് കട്ടിംഗ് പ്ലേറ്റ്സ് ഇൻ ദ മൗത്ത്. പിന്നെ ആൻറ്റി കൊയാഗുലൻ്റ് നോൺ ആസ് ഹിരുഡിൻ. ഹിരുഡിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ലീച്ചിൻ്റെ ബോഡിയിലുണ്ട്. സക്കിങ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് കൊയാഗുലേഷന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ടുള്ള ഹിരുഡിൻ്റെ പ്രസൻസ് ഉള്ളത്, അത് ഓർത്ത് വെക്കാം. വെൽ ഡെവലപ്ഡ് ക്രോപ്പ് ഫോർ സ്റ്റോറിങ് ഫുഡ്. ഞാൻ ജസ്റ്റ് ഇതേപോലെ വായിച്ച് പോകാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഹണീബി ആണ്. ഹണീബീൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുക. അത് എല്ലാവർക്കും അറിയുന്നതാണ്. വാക്സും ഹണി നമുക്ക് അതിന് ശേഖരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ പറയാനുള്ളത് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നത് വെച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് അത്യാവശ്യം പരിചയമുള്ള
ആനിമൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ റെക്കോർഡിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പോയിന്റാണോ അറിയുന്നത് എന്നുള്ളത് എഴുതി വെക്കാൻ ശ്രമിക്കാം. അത് നല്ലൊരു പോളിനേറ്ററാണ്, അതേപോലെ തന്നെ നമുക്ക് വാക്സും ഹണിയും തരുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വന്നിട്ട് സിൽക്ക് വോമാണ്. സിൽക്ക് വോമിന് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് വോം ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കൊക്കൂൺസ്. അഥവാ നമ്മൾ സിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സിൽക്ക് വോം. അതൊക്കെ തന്നെ എഴുതി വെച്ചാൽ മതി. ഒരു വാല്യൂ പോയിന്റ് മാത്രമേ എഴുതേണ്ടതായിട്ടുള്ളൂ. നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സിൽക്ക് വോമിനെ കുറിച്ചാണ്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻസുലേഷൻ കേബിൾസ്, സ്ക്രീൻ പ്രിൻറ്റിങ്, അതേപോലെ തന്നെ ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിൽക്ക് വോമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് പ്രൗൺസ് ആണ്. പ്രൗൺസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡാണ് പ്രൗൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എഴുതി വെക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്. ഇറ്റ് ഈസ് എക്സ്പോർട്ടഡ് ഇൻ ഡ്രൈഡ്, ക്യാനഡ് ആൻഡ് ഫ്രോസൺ ഫോംസ്. പിന്നെ പ്രൗൺ കൾച്ചർ പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതൊക്കെ തന്നെയുള്ളൂ ഗൈസ്. നെക്സ്റ്റ് വൺ വന്നിട്ട് പില ആണ്. പിലാൻ്റെ അഡാപ്റ്റേഷൻസ് ആണ് ഉള്ളത്. അഡാപ്റ്റേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്വാറ്റിക് റെസ്പിറേഷന് വേണ്ടിയിട്ട് ഗിൽസിൻ്റെ പ്രസൻസും ടെറസ്ട്രിയൽ റെസ്പിറേഷന് വേണ്ടിയിട്ട് ലങ്സിൻ്റെ പ്രസൻസും പിലൻ്റെ ബോഡിയിലുണ്ട്. അത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ എക്സ്ട്രീം ഹോട്ടിൽ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഏസ്റ്റേഷൻ കാണിക്കും. അത് ഓർത്ത് വെക്കാം. പിന്നെ സ്റ്റാർ ഫിഷ് ആണ്. സ്റ്റാർ ഫിഷ് കാണുമ്പോൾ തന്നെ അറിയാം ബോഡി സ്റ്റാർ ഷേപ്പ്ഡ് ആണ്. അതേപോലെ തന്നെ അതിൽ 5 ആംസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതൊക്കെ എഴുതി വെക്കാം. ലോക്കോമോഷൻ ടേക്സ് പ്ലേസ് ബൈ 2 feet. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വെർട്ടിബ്രേറ്റ് ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ വാല്യൂ പോയിന്റ് എഴുതാനുമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് റോഹു ആണ്. റോഹു എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ തിരിയും അതൊരു മീനാണെന്നുള്ളത്. അപ്പോൾ തന്നെ എഴുതി വെക്കുക യൂസ്ഡ് ആസ് ഫുഡ് എന്നുള്ള കാര്യം. അതിന് എക്കോണമിക് ഇമ്പോർട്ടൻസ് ആണ് യൂസ്ഡ് ആസ് ഫുഡ് എന്നുള്ളത്. അതേപോലെ തന്നെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഓപ്പർക്കുലം പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ ലോക്കോമോഷന് വേണ്ടിയിട്ട് ഫിൻസ് പ്രസൻ്റ് ആണ്. കോഡൽ ഫിൻ ബാക്കിൽ കാണുന്നത് കോഡൽ ഫിൻ പ്രസൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഒന്ന് വന്നിട്ട് ഫ്രോഗ് ആണ്. ഗൈസ് ഫ്രോഗിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ഉണ്ട്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേപോലെ തന്നെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. നമ്മളോട് എക്സാമിന് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐഡൻറ്റിഫൈങ് ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ എഴുതിയത് എന്താണെന്ന് കാണിച്ചു തരാം. മോയിസ്റ്റ് ആൻഡ് സ്ലൈമി സ്കിന്നി, പിന്നെ ടിംബാന റെപ്രസെൻറ്റ്സ് ഇയർ, അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ അതൊക്കെയാണ്. പിന്നെ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക് നെയ്ത. പിന്നെ മോസ്റ്റ് സ്കിൻ വിത്തൗട്ട് സ്കെയിൽസ്, ടിംബാനം ഈസ് പ്രസൻറ്റ് ജസ്റ്റ് ബിഹൈൻഡ് ഐ, അങ്ങനെയൊക്കെ എഴുതി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് യൂസ്ഡ് ആസ് ഫുഡായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഫ്രോഗിനെ കഴിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. തായ്ലൻഡിലൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഓർത്തിട്ട് എഴുതി വെക്കാം. പിന്നെ ഇൻസെക്റ്റ് പോളിനേഷന് സഹായിക്കും ഫ്രോഗിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ഒക്കെ ആണല്ലോ. അപ്പോൾ അത് എഴുതി വെക്കാം. പിന്നെ അഡാപ്റ്റേഷൻസ് ഏസ്റ്റുവേഷനും ഹൈബർനേഷനും നമ്മൾ +1 മറ്റും പഠിച്ചിട്ടുണ്ട്. സോ അതൊക്കെ എഴുതി വെക്കാം. ഡ്രൈ സീസണിന് എസ്കേപ്പ് ആവാൻ ഏസ്റ്റുവേഷനും വിൻ്റർ സീസണിന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഹൈബർനേഷനും ഉണ്ട്. അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ ഗാർഡൻ ലിസാർഡാണ് ഗൈസ്. കലോട്ടസ്. ഗാർഡൻ ലിസാർഡിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ഉണ്ട്. ഡ്രൈ സ്കിൻ വിത്ത് സ്കെയിൽസ് ആണ്. അതിൻ്റെ ബോഡിയിൽ സ്കെയിൽസ് കാണാൻ വേണ്ടി പറ്റും. സോ അത് എഴുതാം. ടിംബാനം റെപ്രസെൻറ്റ്സ് ദി ഇയർ, അത് എഴുതി വെക്കാം. നെക്സ്റ്റ് അഡാപ്റ്റേഷൻസ് ആണ്. അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമോഫ്ലേജ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ അറിയില്ല. അത് നമുക്ക് +1 പഠിക്കാനുണ്ടായിട്ടുണ്ട്. അബിലിറ്റി ടു ചേഞ്ച് കളർ സൂറ്റബിൾ ടു സറൗണ്ടിങ്. കലോട്ടസിനെയും സറൗണ്ടിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കളർ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇൻസെക്റ്റ് കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് എന്തെന്ന് ഗാർഡൻ ലിസാർഡ്. അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ട് പീജിയൺ ആണ്. പീജിയണ് അഡാപ്റ്റേഷൻസ് ഉണ്ട് ഗൈസ്. ഫെദർ പ്രസൻസ് ആണ്. അതേപോലെ തന്നെ ഫോർലിംബ് മോഡിഫൈഡ് ഇൻ ടു വിങ്സ്, പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ്, ഇതൊക്കെ നമ്മൾ +1 ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് വെക്കാം. ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ബീക്സ് പ്രസൻ്റ് ആണ്. പിന്നെ സ്ട്രീം ലൈനഡ് ബോഡി വിത്ത് ഫെദേഴ്സ് ആണ്. ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടിട്ടാണ് പീജിയണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്, ഏത് റീസൺ കൊണ്ടാണ് നമ്മൾ പീജിയണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്, ആ ഒരു ക്യാരക്ടറാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് യൂസ്ഡ് ആസ് ഫുഡാണ്. ഫീക്കസ് ഈസ് യൂസ്ഡ് ആസ് മാനുവർ. അതിൻ്റെ ഇത് മാനുവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എഴുതാം. പിന്നെ ഫുഡായിട്ട് കുറേ രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ റാബിറ്റിൻ്റെയും ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് യൂസ്ഡ് ആസ് ഫുഡ് തന്നെയാണ്. ഫുഡായിട്ട് നമ്മൾ റാബിറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റാബിറ്റ് ഫർ തരും, അതും ഓർത്ത് വെക്കാം. പിന്നെ അഡാപ്റ്റേഷൻസ് ഗൈസ്. സെൻസിറ്റീവ് ഹെയർ ആണ് റാബിറ്റിൻ്റെത്, അത് ഓർത്ത് വെക്കാം. പിന്നെ കളർ ഓഫ് ഫർ ഹെൽപ്സ് ടു ബ്ലെൻഡ് ഇറ്റ് വിത്ത് ഇറ്റ് സറൗണ്ടിങ്സ്.
പിന്നെ ലോങ് ആൻഡ് സ്ട്രോങ് ഹൈൻഡ് ലിംസ് ആണ്. പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചാടി ചാടി പോകാൻ വേണ്ടിയിട്ട് ലോങ്ങും ഭയങ്കര സ്ട്രോങ്ങും ആയിട്ടുള്ള ഹൈൻഡ് ലിംസ് പ്രസൻ്റ് ആണ് റാബിറ്റിന്. പിന്നെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സ് ഭയങ്കര ലോങ് ആയിട്ടുള്ള പിന്നിൻ്റെ പ്രസൻസ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ബോഡി ഈസ് കവേർഡ് ബൈ വൈറ്റ് ഓർ സോഫ്റ്റ് ഹെയർസ്, ഇതൊക്കെ തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക ഗൈസ്. ഐഡൻറ്റിഫൈ ദ സൈനോവിയൽ ജോയിൻറ്റ്, റൈറ്റ് ഇറ്റ്സ് ഫങ്ഷണൽ പെക്യുലാരിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് നമുക്ക് അരമാർക്കും ഫങ്ഷൻ എഴുതിയാൽ അരമാർക്കുമാണ് തരുന്നത്. നമ്മളിവിടെ 3 ജോയിൻസിനെ കുറിച്ച് പഠിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, പിന്നെ ഹിഞ്ച് ജോയിൻറ്റ്, പിന്നെ പിവറ്റ് ജോയിൻറ്റ്. ഈ 3നെയും കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോഡൽ എക്സാമിൽ നമ്മളോട് പിവറ്റ് ജോയിൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ബോൾ ആൻഡ് സോക്കറ്റ് പിന്നെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലും പ്ലെയിനിലേക്കും നമുക്ക് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോയിൻറ്റും അതേപോലെ തന്നെ നമ്മൾ ഹിപ്പ് ജോയിൻറ്റും ആണ്, ഫീമർ വിത്ത് ഹിപ്പ് ജോയിൻറ്റും ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ജോയിൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളത് എവിടെ കാണുന്ന ജോയിൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അത് എക്സാമ്പിളായി ചെയ്താൽ അതേപോലെ തന്നെ അതിൻ്റെ ഒരു വാല്യൂ പോയിൻ്റ് എഴുതണമെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണെന്നുള്ളത് ഓർത്തിട്ട് ചെയ്താൽ അതൊക്കെ ഈസിയാണ്. കോമൺ സെൻസ് യൂസ് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ബോൾ ആൻഡ് സോക്കറ്റ് ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു. ഇത് ഓൾ ഡയറക്ഷനിലേക്ക് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്, എല്ലാ പ്ലെയിനിലേക്കും. അപ്പോൾ അത് ഓർത്തിട്ട് അത് എഴുതി വെക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജോയിൻറ്റും അതേപോലെ തന്നെ എൽബോ ജോയിൻറ്റും ആണ്. അപ്പോൾ ഇതൊരു ഡയറക്ഷൻ ഒരു പ്ലെയിനിലേക്ക് മാത്രമേ ഇതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളൂ. സോ ആ ഒരു പോയിൻ്റ് എഴുതി വെക്കുക. അതേപോലെ തന്നെ എക്സാമ്പിളായിട്ട് നീ ജോയിൻറ്റും എൽബോ ജോയിൻറ്റും എഴുതാം. നെക്സ്റ്റ് നമ്മൾക്ക് പിവറ്റ് ജോയിൻ്റ് ആണ്. പിവറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ജോയിൻറ്റ് ഗൈസ്, ഈ ഒരു ജോയിൻ്റ് ആണ് പിവറ്റ് ജോയിൻറ്റ്. സോ എക്സാമ്പിളായിട്ട് ജോയിൻറ്റ് ബിറ്റ്വീൻ സ്കൾ ആൻഡ് അറ്റ്ലസ് വെർട്ടിബ്ര എന്ന് എഴുതി വെക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ പോയിൻ്റ് ആയിട്ട് ഇറ്റ് അലോസ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ്, നമുക്ക് റൊട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം എഴുതി വെക്കാം. അപ്പോൾ അതാണ് അടുത്ത ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിവറ്റ് ജോയിൻ്റ് ആണ് നമ്മളോട് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് 4th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മാർക്കറ്റ് പാർട്ട് ഓഫ് ഗിവൻ മോഡൽ, റൈറ്റ്സ് ഓൺ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. സോ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ സാധനങ്ങളൊന്നും ഇല്ല. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ അരമാർക്കും ഫങ്ഷൻ അരമാർക്കും ആണ്. ടൈം വന്നിട്ട് 4 മിനിറ്റ്സ് ആണ്. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം 4 മിനിറ്റ് യൂസ് ചെയ്തിട്ട് വേഗം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഗൈസ്, നമുക്ക് ഏതൊക്കെ മോഡൽസിനെ കുറിച്ച് പഠിപ്പിച്ചെന്ന് പറഞ്ഞുതരാം. ഹാർട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കിഡ്നി, ബ്രെയിൻ, ഇയർ, ഐ, ഈ 5 എണ്ണമാണ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളോട് ഹാർട്ട് ഒഴിവാക്കി ബാക്കി 4 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിന് കിഡ്നിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റീനൽ പെൽവിസ് ആണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസിയാണ്. ആ ഒരു യെല്ലോ പാർട്ടാണ് അത്. പിന്നെ അതും അതിൻ്റെ ഒരു പോയിന്റും കൂടെ എഴുതേണ്ടതായിട്ടുണ്ട്. സോ അതുകൂടി എഴുതാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ 10th ഇതിനൊക്കെ കുറിച്ച് പഠിച്ചതാണ്. ഇതിൻ്റെ പാർട്സും ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ പഠിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പവും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു പോയിന്റ് വെച്ച് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഐഡൻറ്റിഫൈ ദ സ്ലൈഡ് ഓഫ് ഗിവൻ ടിഷ്യൂ, സ്കെച്ച് ആൻഡ് ലേബൽ 2 പാർട്സ്. ഐഡൻറ്റിഫിക്കേഷൻ അരമാർക്കും സ്കെച്ച് ആൻഡ് ലേബലിങ്ങിന് 1.5 മാർക്കുമാണ് ഗൈസ്. ടോട്ടൽ 2 മാർക്സ് ആണ്. അതൊരു സ്പോട്ട് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള മസിൽസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ അല്ലെങ്കിൽ സ്കെൽറ്റൽ മസിൽ, പിന്നെ നോൺ സ്ട്രയേറ്റഡ് സ്മൂത്ത് മസിൽ, നെക്സ്റ്റ് കാർഡിയാക് മസിൽ. ഈ 3 മസിൽസിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സാമിന് ചോദിച്ചത് സ്മൂത്ത് മസിലാണ്. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോസ് എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോട്ടിൽ ടീച്ചർ എഴുതി തന്നത് 6th ക്വസ്റ്റ്യൻ ആയിട്ട് വിസറ ഓഫ് ഫ്രോഗ് വരക്കാനാണ്. ഒന്നെങ്കിൽ വിസറ ഓഫ് ഫ്രോഗ് ചോദിക്കും, ഇല്ലെങ്കിൽ അനലോഗസ് ഓർ ഹോമോലോഗസ് ഓറിയൻസിനെ കുറിച്ച് ചോദിക്കും. ആൻഡ് റൈറ്റ് ഇറ്റ്സ് എവല്യൂഷണറി ഇമ്പോർട്ടൻസ്, ഇല്ലെങ്കിൽ കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ചോദിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിസറ ഓഫ് ഫ്രോഗ് മാത്രമേ ചോദിക്കത്തുള്ളൂ എന്ന്. അപ്പോൾ അതാണ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ പിക്ചർ. നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഇതേപോലെ എല്ലാം അടയാളപ്പെടുത്താം. നമ്മൾ 4 പാർട്സ് ലേബൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് ഗൈസ്. വിസർ ഓഫ് ഫ്രോഗിൽ എല്ലാം നമുക്ക് അറിയുന്ന ഓർഗൻസ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ വന്നിട്ട് 2 സാമ്പിൾ സൊല്യൂഷൻസ് എ ആൻഡ് ബി ആർ ഗിവൻ. ഐഡൻറ്റിഫൈ ദ സാമ്പിൾ വിത്ത് ഗ്ലൂക്കോസ് ഓർ സ്റ്റാർച്ച് ഓർ പ്രോട്ടീൻ വിത്ത് പ്രൊസീജിയർ ആൻഡ് റിസൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പെരിമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഗ്ലൂക്കോസ്, പിന്നെ
ആൽബമിൻ അഥവാ പ്രോട്ടീൻ ഇല്ലെങ്കിൽ അയഡിൻ, ഈ മൂന്നെണ്ണത്തിനും എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ലാബിൽ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നത്, മോഡൽ എക്സാമിൽ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നത് പ്രോട്ടീൻ്റെ ക്വസ്റ്റ്യനാണ്. അതെന്തെങ്കിലും എഴുതാം. അത് ഭയങ്കര ഈസിയാണ്. ഗ്ലൂക്കോസിൻ്റെ ആണെങ്കിൽ ബെനഡിക്സ് ടെസ്റ്റ്, കൺഫർമേഷൻ, ഫെല്ലിങ്സ് ടെസ്റ്റ് ചെയ്താൽ. പ്രോട്ടീൻ്റെ ആണെങ്കിൽ ബയോറേറ്റ് ടെസ്റ്റ് ഇല്ലെങ്കിൽ സൾഫോ സാലിസൈക്ലിക് ആസിഡ് ടെസ്റ്റ് അത് എഴുതാം. പിന്നെ അയഡിൻ്റെ ആണെങ്കിൽ അയഡിൻ ടെസ്റ്റും ഹീറ്റ് ടെസ്റ്റും അത് ഓർത്ത് വെക്കാം. നമുക്ക് മോഡലിൽ ക്വസ്റ്റ്യൻ തന്നത് 2 സാമ്പിൾ തന്നിട്ട് ഇത് രണ്ടിൽ ഏതിലാണ് പ്രോട്ടീൻ്റെ പ്രസൻസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഓരോന്നിലും ആ തന്ന സാമ്പിൾ ഒഴിക്കുക, പിന്നെ ബയോറേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. ആ ഒരു സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ പ്രസൻസ് ഇല്ലാത്തതിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാവില്ല, പ്രോട്ടീൻ്റെ പ്രസൻസ് ഇല്ലതിൽ ഒരു പർപ്പിൾ വയലറ്റ് കളറിൻ്റെ പ്രസൻസ് ഉണ്ടാവും. സോ ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് പ്രോട്ടീൻ്റെ പ്രസൻസിലെ സാമ്പിൾ എന്നുള്ളത്. അങ്ങനെയാണ്. പിന്നെ 2 യൂറിൻ സാമ്പിൾ തന്നിട്ട് ഇതിലേതാണ് ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ യൂറിൻ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നല്ല, യൂറിൻ തരുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഗ്ലൂക്കോസ് കണ്ടുപിടിക്കണം. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലാണല്ലോ ആ ഒരു ഷുഗർ പേഷ്യൻ്റ് ആവുക. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. അതിന് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 15 മിനിറ്റ്സ് എടുക്കുക ഗൈസ്. അതിന് ടോട്ടൽ മാർക്ക് 2 മാർക്കാണ്. എക്സ്പെരിമെൻറ്റിന് 1 മാർക്ക്, പ്രൊസീജിയർ എഴുതിയ 1/2 മാർക്ക്, റിസൾട്ട് ചെയ്ത 1/2 മാർക്ക്. എനിക്ക് എന്തായാലും 2 മാർക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എഴുതുന്ന സമയത്ത് ഏതിലാണോ പ്രസൻസ് ഇല്ലത് അത് മാത്രം എടുത്ത് എഴുതരുത്. നമുക്ക് 2 സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ സാമ്പിൾ എന്നും എഴുതാം, സാമ്പിൾ ബി എന്നും എഴുതിയിട്ട് ഒന്നിൽ പ്രസൻസും ഒന്നിൽ ആബ്സെൻസും ഒന്നും കൃത്യമായിട്ട് എഴുതണം. എന്നാൽ മാത്രമേ അവർ ഫുൾ മാർക്ക് തരത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ചീക്ക് എപ്പിത്തീലിയത്തിൻ്റെയോ അല്ലെങ്കിൽ ബ്ലഡ് സ്മിയർ ആ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിൽ തന്നിട്ടുണ്ടായിരുന്നത് ചീക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഗൈസ്. ചീക്ക് സ്ക്വാമസ് എപ്പിത്തീലിയം ആ ക്വസ്റ്റ്യനാണ്. ചീക്ക് എപ്പിത്തീലിയം ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓർക്കുക, മെത്തിലിൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ആയിട്ട്. അതേപോലെ തന്നെ ബ്ലഡ് സ്മിയറിൽ ലീഷ്മാൻ സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതിൽ 1 മാർക്ക് പ്രിപ്പറേഷനും 1 മാർക്ക് ഡയഗ്രത്തിനാണ്. ചീക്ക് സ്ക്വാമസിൻ്റെ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സെല്ലിലെ ആ ഒരു സ്ട്രക്ചർ മാത്രം വരച്ചാൽ മതിയെന്ന്. അത് വരച്ചിട്ട് ലാബിൽ ചെയ്യണം. ലാബിൻ്റെ ഡയഗ്രാം ഞാൻ പറഞ്ഞ് ലാബിൽ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ പാർട്സ് ലാബിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ബ്ലഡിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ലിംഫോസൈറ്റ്, മോണോസൈറ്റ് അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസ് വരച്ച് അടയാളപ്പെടുത്താനാണ് ഉണ്ടാവുക. സോ അത് എന്തായാലും ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാത്തജൻ്റെ ക്വസ്റ്റ്യനാണ് ഗൈസ്. നമുക്കൊരു പാത്തജൻ തരും, അതിൻ്റെ ഡിസീസ് എഴുതണം, അത് ഏതാണ് പാത്തജൻ എഴുതണം, അതിൻ്റെ ഡിസീസ് എഴുതണം, സിംറ്റം എഴുതണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ 1/2 മാർക്കും ഡിസീസിന് 1/2 മാർക്കും സിംറ്റം എഴുതിയ 1 മാർക്കാണ്. ടോട്ടലി 2 മാർക്ക് 4 മിനിറ്റ്സ് ആണ്. അപ്പം നമുക്ക് മോഡൽ എക്സാമിൽ തന്നിട്ടുണ്ടായിരുന്നത് അസ്കാരിസ് ആണ്. അസ്കാരിസിൻ്റെ അസ്കാരിസ് കോസ് ചെയ്യുന്ന ഡിസീസ് അസ്കാരിയാസിസ് ആണ്. സിംറ്റം ഡയറിയ, വൊമിറ്റിങ് അങ്ങനെയൊക്കെ ചെയ്ത ഗൈസ്. നമുക്ക് തന്നിട്ടുള്ള ഡിസീസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻഡമീബ വന്നിട്ടുണ്ട്, അസ്കാരിസ്, പിന്നെ പ്ലാസ്മോഡിയം, റിനോമം, ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് സിംറ്റം ഒന്നും എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ അത് അറിയുന്ന എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് എഴുതി വെക്കുക ഗൈസ്. എങ്ങാനും ചക്ക വീണ് മൊയിൽ ചത്താലോ. അപ്പം അത്രയൊക്കെ തന്നെ ഗൈസ്. ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എംബ്രിയോളജി സ്ലൈഡ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ചിലപ്പോൾ ബ്ലാസ്റ്റിലൊക്കെ ഓവറൊക്കെ ടെസ്റ്റസൊക്കെ ഇത് 3 വെക്കുക. ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ചിത്രം വരച്ചിട്ട് അത് അടയാളപ്പെടുത്തി കൊടുക്കും കൂടെ വേണം. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 1/2 മാർക്ക്, സ്കെച്ച് ചെയ്യുന്നതിന് 1 മാർക്ക്, ലാബിലിങ്ങിന് 1/2 മാർക്ക്. ടോട്ടലി 7 മിനിറ്റ് ഉണ്ട്. ഇനി 2 മാർക്കാണ്. പിന്നെ വൈവക്ക് 1 മാർക്ക്, പ്രാക്ടിക്കൽ റെക്കോർഡിന് 2 മാർക്ക്. ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ സുവോളജി എക്സാമിനുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും പറ്റുന്നത്ര മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് മോഡൽ എക്സാമിന് വെച്ചിട്ടുണ്ടായിരുന്ന എംബ്രിയോളജി സ്ലൈഡ് ബ്ലാസ്റ്റുലയാണ് ഗൈസ്. അപ്പോൾ ബ്ലാസ്റ്റുല വരൊക്കെ അടയാളപ്പെടുത്താം. ബ്ലാസ്റ്റുലൊക്കെ ഈസിയാണ് ഗൈസ്. ഇന്നർ സെൽ മാസും ട്രോഫോബ്ലാസ്റ്റ് മാത്രമേ അടയാളപ്പെടുത്താനുള്ളൂ. അപ്പോൾ അതൊക്കെ എന്തായാലും നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. അപ്പോൾ സുവോളജി എക്സാം എഴുതാൻ പോകുന്നതും എല്ലാ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. പേടിക്കണം എന്നൊരു ആവശ്യമില്ല. സുവോളജി എക്സാം മോഡൽ എക്സാം എനിക്ക് 17 out of 17 ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഈ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.